അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിൽ ആരോടും തുറന്നു പറയാൻ പാടില്ലാത്ത ഒരു വലിയ രഹസ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് അറിഞ്ഞിട്ടും പലരും അറിയാതെ തന്നെ വലിയ പാപത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ രഹസ്യത്തെ കുറിച്ചാണ് കേട്ടോ. ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം അവസാനം പറയുന്ന ഒരു കാര്യം നമ്മുടെ അമൽ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്നത് പോലും തീരുമാനിക്കും. ഇസ്ലാമിൽ 3 കാര്യങ്ങളാണ് ഒരിക്കലും മറ്റുള്ളവരോട് തുറന്നു പറയാൻ പാടാത്തത്. ഒന്നാമത്, നമ്മൾ ചെയ്ത പാപങ്ങൾ. രണ്ടാമത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ. മൂന്നാമത്, മറ്റൊരാൾ നമ്മെ വിശ്വസിച്ച് പറഞ്ഞ രഹസ്യങ്ങൾ. ഇതിൽ ആദ്യത്തേതാണ് ഇന്ന് നമ്മൾ വിശദമായി പറയുന്നത്. നമ്മൾ ചെയ്ത പാപങ്ങൾ. അള്ളാഹു നമ്മുടെ ഒരു പാപം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം ലോകത്തോട് പ്രഖ്യാപിക്കരുത്. ഞാനിങ്ങനെ ചെയ്തു, എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് അഭിമാനത്തോടെ അല്ലെങ്കിൽ തമാശയായി പറയുന്നതും വലിയ തെറ്റാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിലെ എല്ലാവർക്കും മാപ്പ് ലഭിക്കും, പക്ഷേ തുറന്ന പാപം പറയുന്നവർക്കൊഴികെ. അള്ളാഹു മറച്ചു വെച്ച ഒരു പാപം നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മൾ തന്നെ ആ മറ നശിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ നിമിഷം. ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനിടയായി, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പമുള്ളവരിൽ ഒരാൾ ഭാര്യയുമായി സ്വകാര്യത പങ്കിട്ട ശേഷം അത് മറ്റുള്ളവരോട് പറയണം. നിങ്ങൾ കരുതും, ഞാൻ പുറമെ ആരോടുമല്ലല്ലോ പറയുന്നത്, അതെന്റെ ഫ്രണ്ട്സ് അല്ലേ, അതല്ലെങ്കിൽ ഫാമിലി അല്ലേ. അത് ലംഘിക്കുന്നത് ഒരു വിശ്വാസവഞ്ചനയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളെ ആരെങ്കിലും വിശ്വസിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ഇത് ആരോടും പറയരുത് ട്ടോ എന്ന് പറഞ്ഞ് അത് ഒരു അമാനത്തായി നിങ്ങളുടെ മേൽ വരുന്നു. അത് മറ്റൊരാളോട് പറയരുത്. ചെറുതായി തോന്നിയാലും അള്ളാഹുവിന്റെ മുന്നിൽ അത് വലിയ കുറ്റമാണ്. ഖുർആൻ നമ്മോട് പറയുന്നു, അമാനത്ത് ലംഘിക്കരുത്. ഇവിടെ വരെ കണ്ടവർ ഈ സന്ദേശം ഒരാളുടെ ജീവിതം മാറ്റാൻ കാരണമാകട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്താൽ, ഒരാൾ തെറ്റിൽ നിന്ന് പിന്മാറിയാൽ അത് നിങ്ങൾക്ക് ഒരു സദക്കയായി മാറും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ മാപ്പാക്കി തരണമേ. ഞങ്ങളുടെ രഹസ്യങ്ങൾ നീ മറച്ചു വെക്കണമേ. ഞങ്ങൾ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്ന അടിമകളാക്കി തരണമേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനിയും ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.